തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്ന ആരോപണമല്ല എന്നാണ് നിർണായക CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. വലിയ ശ്വാസതടസ്സമുണ്ടായ ബിസ്മീർ എന്ന യുവാവിന് യഥാസമയം ചികിത്സ നൽകിയില്ല എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഗുരുതരാവസ്ഥയിലെത്തിയ ബിസ്മീർ പുറത്ത് കാത്തു നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. ആ CCTV ദൃശ്യങ്ങളിലേക്ക് ആദ്യം. മരണപ്രാളത്തിൽ അങ്ങോട്ടേക്ക് വരുന്ന ബിസ്മീറിനെ കാണാം. അദ്ദേഹത്തിന്റെ ഭാര്യ പലയാവർത്തി അങ്ങോട്ടേക്ക് പോയി അവിടെ റിസപ്ഷനിലോ എങ്ങോട്ടോ പോയി ഒന്ന് രക്ഷിക്കണം എന്ന് പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സഹായമായി ഓടുന്നതും കാണാം. അവിടെ വയ്യാതെ ഇരിക്കുന്ന ശ്വാസതടസ്സത്തിലിരിക്കുന്ന ബിസ്മീർ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നതും അങ്ങേയറ്റം വെപ്രാളത്തിന്റെ പരമാവധിയിൽ അവിടെ ഇരിക്കുന്നതും കാണാം. സങ്കടകരമായ ദൃശ്യം, അങ്ങേയറ്റം സങ്കടകരമായ ദൃശ്യങ്ങളാണ്. ഈ സമയത്ത് അത്രയും ഒന്ന് നോക്കാനോ അല്ലെങ്കിൽ ഈ സമയം CPR കൊടുക്കൽ പോലെയുള്ള ഏറ്റവും പ്രധാനമായ പ്രാഥമിക ചികിത്സകൾ നൽകേണ്ട സമയമാണ്. ആ സമയത്ത് ഒന്നും നോക്കിയില്ല എന്നത് വളരെ വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ അത് ആ പ്രേക്ഷകർ കാണുകയാണ്. ഏറ്റവും കുറഞ്ഞ 5-6 തവണയെങ്കിലും ആ ഭാര്യ നിസ്സഹായ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആരെങ്കിലും ഒരു കൈസഹായമുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അവിടെ ഒരു കുഞ്ഞുപോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാണ്. കുറെ കഴിയുമ്പോഴേക്കും മറ്റൊരാൾ പുറത്തുനിന്ന് വന്ന് കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഒക്കെയുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായ ചികിത്സാ പിഴവിൻ്റെ വളരെ വ്യക്തമായ ചികിത്സാ നിഷേധത്തിന്, ചികിത്സാ പിഴവ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആദ്യ മിനിറ്റുകളിൽ ജീവൻ രക്ഷിക്കാൻ ഈ സമയത്ത് കൊടുക്കേണ്ട ഒരു പ്രാഥമിക ചികിത്സയും കൊടുക്കാതെ ഒരു മനുഷ്യൻ്റെ ദുർഗതി, വല്ലാത്തൊരു ദുരവസ്ഥ, ആർക്കും സംഭവിക്കരുന്ന ദുരവസ്ഥയുടെ നേർദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഈ കാണുന്നത്. ചികിത്സ നിഷേധിച്ച് ഒന്ന് ചൂണ്ടിക്കാട്ടി മരിച്ച ബിസ്മീറിന്റെ കുടുംബം ഇന്ന് മുഖ്യമന്ത്രിക്കും DMOയ്ക്കും പരാതിയും നൽകും. ഏറ്റവും ചുരുങ്ങിയത് അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഒരു 8 മിനിറ്റേലും 10 മിനിറ്റേലും അവിടെ പുറത്ത് എന്ന് പറഞ്ഞാൽ ആ സമയം ജീവൻ പോകുന്ന സമയമാണ്. ആ സമയത്ത് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനമായ ചികിത്സ കൊടുത്തില്ലെങ്കിൽ ജീവൻ പോകുന്ന സമയമാണ്. ആ സമയത്ത് ആരും നോക്കാതെ, ഒരു കുഞ്ഞു പോലും നോക്കാതെ ബിസ്മീർ, അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്വിഗ്ഗി തൊഴിലാളിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആളാണ്. ഇപ്പോൾ കഷ്ടപ്പെട്ട് അധ്വാനം ജീവിക്കുന്ന ആളാണ്. ആംബുലൻസിൽ പോലും ആവശ്യത്തിനുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഈ മാസം 19-ന് ബിസ്മീർ മരിച്ചു. ഈ പറയുന്ന മനുഷ്യൻ അങ്ങോട്ടേക്ക് വന്ന് ചികിത്സ കിട്ടാതെ മരിച്ചുപോയി എന്നുള്ള ഏറ്റവും ഈ പറയുന്ന ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. എങ്ങനെയാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ആശുപത്രി അധികൃതർക്ക് നിഷേധിക്കാൻ കഴിയുക എന്നറിയില്ല. കാര്യമായ ചികിത്സ നൽകാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിക് ചികിത്സ ഉണ്ടല്ലോ, അതെങ്കിലും നൽകാൻ ഭാര്യ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിസ്സഹായമായി ആവശ്യപ്പെടുന്നെങ്കിൽ ആ സമയത്ത് ഒരു സ്ത്രീ എന്ത് ചെയ്യാനാണ് ആശുപത്രിയിൽ? അവരങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവരെ കൊണ്ട് കഴിയുന്നത് പോലൊക്കെ പരമാവധി കഷ്ടപ്പെട്ട് ചോദിക്കുമ്പോഴും ഏതെങ്കിലും ഒരു സഹായവും കിട്ടാതെ ഒരു മനുഷ്യൻ മരിച്ചുപോയി എന്നുള്ളതാണ് അങ്ങേയറ്റം സങ്കടകരമായ വസ്തുത. മേഘന മുരളി ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. മേഘന, ചികിത്സാ നിഷേധത്തിൻ്റെ ഏറ്റവും സങ്കടകരമായ, ഒരു മനുഷ്യനുണ്ടാവാവുന്ന ഏറ്റവും പരമാവധി നിസ്സഹായതയുടെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുകയാണ്. മേഘന. തീർച്ചയായും ഹാഷ്മി, ഇന്നലെ 24-ലൂടെ പുറത്തു വന്ന വാർത്ത, അത് വിളപ്പിൽശാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഗുരുതര ആരോപണം, അതുപോലെ തന്നെ ബിസ്മീറിന്റെ ഭാര്യ ജാസ്മിൻ ഞങ്ങളോട് കരഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ, അത് ശരിവെക്കുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുമുള്ളത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ ആശുപത്രിയുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ വരാന്തയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അത് ബന്ധുക്കൾ തന്നെയാണ് ശേഖരിച്ച് ഞങ്ങൾക്ക് അത് പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ അവർ പറയുന്ന കാര്യം, അത് നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് അങ്ങനെയല്ല, കൃത്യമായ ചികിത്സ നൽകി ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്നുള്ളതായിരുന്നു ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം എന്ന് പറയുന്നത്. അത് പക്ഷേ അപ്പാടെ തള്ളിക്കളയുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് ജനുവരി 19-ന് 1:28-നാണ് ഈ CCTV ദൃശ്യങ്ങൾ ഉള്ളത്. ഈ 1:28 മുതൽ 1:33 വരെ ഈ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് ആ സമയം കാണാം. ഷൈബി സതീഷ് MLA ടെലിഫോൺ ചേരുന്നു. ഷൈബി സതീഷ്, ഇവിടെ നമ്മൾ CCTV ദൃശ്യങ്ങളിൽ ഒരു 8-9 മിനിറ്റെങ്കിലും അങ്ങേയറ്റം ശ്വാസതടസ്സമുള്ള ഒരു മനുഷ്യൻ ഒരു ചികിത്സയും കിട്ടാതെ അവിടെ ഇരിക്കുകയാണ്. എന്തൊരവസ്ഥയാണ് ഷൈബി സതീഷ്? 19-ാം തീയതിയാണ് ഈ മരണം നടക്കുന്നത്. അന്ന് ഞങ്ങളെല്ലാം ചടങ്ങുകളിൽ സംബന്ധിച്ചതാണ്. ഇന്നലെയാണ് ഈ പ്രശ്നം, ഇങ്ങനെയൊരു പരാതി ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ ഇതിന്റെ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇന്ന് ഉച്ചയോടുകൂടി ഒരു വിവരം കിട്ടും. അതിനുശേഷം പ്രതികരിക്കുന്നതാവും വിധം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങ് ഈ ദൃശ്യങ്ങളൊന്ന് കാണണം ഷൈബി സതീഷ്. കാര്യം ഞാൻ യാത്രയിലാണ്. ഞാൻ നോക്കാം. ഉറപ്പായും ഒരു മനുഷ്യൻ കാണുന്നുണ്ടല്ലോ അല്ലേ? അതെ, ഒരു മനുഷ്യന് ശ്വാസം മുട്ടെന്ന് പറയുന്നത് പരമാവധി വല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ശ്വാസം മുട്ടി വരുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു ചികിത്സ ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഭാര്യ മുമ്പ് ചികിത്സ തേടിയിട്ടുണ്ടോ, എന്താണ് പ്രശ്നം എന്ന് വിശദമായി പരിശോധിക്കണം. ഈ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില ബന്ധപ്പെടലുകൾ നടന്നിരുന്നു.
അപ്പോൾ അത് കഴിയുമായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി വിവരം കിട്ടും. കിട്ടിയതിന് ശേഷം ഞാൻ പ്രതികരിക്കാം. തീർച്ചയായും എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ നടപടിയടക്കം ആലോചിക്കില്ലേ സേബി സതീഷ്? അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യില്ലേ? കർശനമായ നടപടി ഉണ്ടാവും. അക്കാര്യത്തിൽ യാതൊരു വീഴ്ചയില്ല. നന്ദി. സേബി സതീഷ് MLA ആണ് പ്രതികരിച്ചത്. മേഘന തുടരുന്നു. മേഘന, ഇതിൽ എന്താണ് രോഗിയുടെ നില മോശമായതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു എന്ന് ആശുപത്രി അധികൃതർ പറയുകയാണ്. അവിടെ കൊടുക്കേണ്ട ചികിത്സ കൃത്യമായി കൊടുക്കാതെ അവിടെ ഏറ്റവും ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു രോഗിക്ക് ചികിത്സ നൽകി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പയ്യനാണ്, ചെറിയ പയ്യനാണ്. ആ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ മുഴുവൻ മുടക്കിയിട്ട് രോഗിയുടെ നില മോശമായി എന്ന് ആശുപത്രി പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക മേഘന? തീർച്ചയായും ഹാഷ്മി, ബിസ്മിറിന് പ്രായം 37 സ്വിഗ്ഗി ജീവനക്കാരനാണ്. അദ്ദേഹത്തിന് നേരത്തെ ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗമുള്ള ആളല്ല എന്നുള്ളതാണ് ഭാര്യ പറയുന്നത്. അന്ന് ജനുവരി 19 പുലർച്ചെയാണ് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നത്. അതിനുശേഷം ഈ ബിസ്മിറിന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഏറ്റവും അടുത്തുള്ള സർക്കാർ ആശുപത്രി എന്ന നിലയിലാണ് ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നത്. അതിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. 1:28 ഈ ദൃശ്യം തുടങ്ങുന്നത്. അതിനുശേഷം 1:33 ആകുമ്പോഴും അവിടെ ഒരു മനുഷ്യനും എത്തിയിട്ടില്ല. ഒരു സർക്കാർ ആശുപത്രിയിൽ 24 മണിക്കൂറും ഡോക്ടറും നഴ്സും വേണ്ട ആശുപത്രിയിൽ ഒരു മനുഷ്യനും അവർക്ക് സഹായമായി എത്തിയിട്ടില്ല. അതിൽ ഇന്നലെ ഭാര്യയുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി. അതിൽ ഭാര്യ പറയുന്നത്, ഞാൻ അവിടെ നിന്ന് നിലവിളിച്ചു, എന്നെ രക്ഷിക്കൂ, ഭർത്താവിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നിലവിളിച്ചു. അതുപോലെ തന്നെ ബിസ്മിറും നിലവിളിക്കുന്നുണ്ടായിരുന്നു, ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് ബിസ്മിറും ആ ആശുപത്രി വരാന്തയിൽ നിന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഭാര്യ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത്. അത് ശരിവെക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ്. ഇത്രയും സമയം ആരും അവിടെ സഹായത്തിന് എത്തിയില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് ഈ ആശുപത്രി വരാന്തയിൽ ഇരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അതിനുത്തരവും ഇന്നലെ ഭാര്യ പറഞ്ഞു. കാരണം ഗ്രിൽ തുറന്നു നൽകാൻ തയ്യാറായില്ല ആശുപത്രി അധികൃതർ. ഉള്ളിലേക്ക് പ്രവേശിക്കാൻ, കിടത്തി ചികിത്സ അടക്കമുള്ള ആശുപത്രിയാണ്, പക്ഷേ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഗ്രിൽ തുറന്നു നൽകിയില്ല എന്നുള്ള ഗുരുതര അനാസ്ഥ. ആ അനാസ്ഥ തുടങ്ങുന്നതും അവിടെ തന്നെയാണ്. കാരണം അതിലൊരു വിശദീകരണം ആശുപത്രി സൂപ്രണ്ടിനോട് ചോദിച്ചു. അപ്പോൾ ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്, തെരുവുനായ ശല്യം ഉള്ളതുകൊണ്ട് താക്കോലിട്ട് ഒരു ആശുപത്രിയുടെ പൂട്ടി എന്നുള്ളതാണ്. ആശുപത്രി പൂട്ടി വെച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഈ ഡോക്ടർമാരും നഴ്സും ഒക്കെ അവിടെ ഉറങ്ങുകയായിരുന്നു. ഇവർ കോളിംഗ് ബെല്ലടിച്ചു, നിലവിളിച്ചു, എന്നിട്ടും അവർ കേട്ടില്ല. തിരുവനായുടെ ജീവന്റെ വില പോലും ഒരു മനുഷ്യജീവൻ ഇല്ല എന്നതിന്റെ നേർസാക്ഷ്യമല്ലേ മേഖല നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്? നോക്കൂ, ഇത് ഇപ്പൊ ഹൃദയാഘാതമാണ് പ്രശ്നമെങ്കിൽ ആ സമയത്ത് എന്തൊരു അനുഭവമാണ് ആ ഭാര്യയുടെ ഒക്കെ അനുഭവം. അവർക്ക് മരിക്കോളം മറക്കാൻ പറ്റുന്ന അനുഭവങ്ങളാണ്. ഭർത്താവിന് ജീവൻ രക്ഷിക്കാൻ നിസ്സഹായമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, വാതിലിൽ പോയി മുട്ടുക, അല്ലെങ്കിൽ ഗ്രില്ലിൽ പോയി ഒന്ന് വിളിക്കുക, ആരും വരാതിരിക്കുക. അങ്ങനെ കൺമുന്നിൽ ഭർത്താവിൻ്റെ ആരോഗ്യം അങ്ങനെ ക്ഷയിച്ച് പോകുന്നത് കാണേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് എന്തൊരു അവസ്ഥയാണ് മേഖല. തീർച്ചയായും 2 കുഞ്ഞുങ്ങളാണ് ബിസ്മിറിനുള്ളത്. അതുപോലെ തന്നെ ഭാര്യ പറയുന്നത്, എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടമായി. അത് നഷ്ടമാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ആശുപത്രി ജീവനക്കാരാണ്. ആ വിലപ്പെട്ട സമയത്ത് ഏതെങ്കിലും തരത്തിൽ CPR ഓക്സിജനോ അല്ലെങ്കിൽ ശ്വാസമുട്ടുമായി വരുന്ന ഒരു രോഗിക്ക് നെബുലൈസേഷൻ എങ്കിലും നൽകിയിരുന്നുവെങ്കിൽ അവിടെ മരണം സംഭവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ മരണം സംഭവിക്കേണ്ടത്ര രോഗം ഈ രോഗിക്ക് ഉണ്ടായിരുന്നില്ല, ബിസ്മിറിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു ചെറിയ ശ്വാസമുട്ടിൽ തുടങ്ങിയതാണ്. പിന്നീട് അടുത്തുള്ള ആശുപത്രി എന്ന നിലയിലാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അതീവ സൗകര്യമുണ്ട് എന്ന് പറയുന്ന, കിടത്തി ചികിത്സയുണ്ട് എന്ന് പറയുന്ന, ആംബുലൻസ് സൗകര്യമുണ്ട് എന്ന് പറയുന്ന ആശുപത്രിയിലേക്ക് എത്തുന്നത്. പക്ഷേ അവിടെ ഒന്ന് ചികിത്സ ഈ ഭാര്യയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് ഭാര്യ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷവും ഈ ഗ്രില്ല് തുറന്നു നൽകാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. അതിനുശേഷം പിന്നീട് ഓക്സിജൻ നൽകാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ CPR അല്ലെങ്കിൽ നെബുലൈസേഷനോ നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഭാര്യയുടെ പരാതിയായി വരുന്നത്. ഭാര്യ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. പിന്നീട് ഈ ആശുപത്രി അധികൃതർ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു ഈ ആംബുലൻസിൽ. ആ മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ 20 മിനിറ്റ് മുന്നേ ബിസ്മിർ മരിച്ചു എന്നുള്ള വിവരമാണ് ആശുപത്രി അധികൃതർ കുടുംബത്തോട് പങ്കുവച്ചത്. അതായത് 20 മിനിറ്റിൽ വിലപ്പെട്ട സമയം പാഴായത് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ആ വരാന്തയിലാണ്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ തെരുവ് നായ്ക്ക് കൊടുക്കുന്ന ഒരു പരിഗണന പോലും നൽകാതെ ആ വരാന്തയിലെ കസേരയിൽ ഇരുന്ന് തന്റെ അവസാന നിമിഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു ബിസ്മിറിന് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥ. അതിന്റെ ഏറ്റവും ഭീകരത എന്ന് പറയുന്നത്, അതിൽ ഇന്നലെ തന്നെ സൂപ്രണ്ടിനോടും അതുപോലെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറോടക്കം വിശദീകരണങ്ങൾ ചോദിച്ചതാണ്. അപ്പോൾ പറഞ്ഞത് പ്രാഥമിക ഘട്ടത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്നുള്ളതാണ്. അതുകൂടാതെ തെരുവുനായ ശല്യം ഉള്ളതുകൊണ്ടാണ് ഈ ആശുപത്രിയുടെ ഗ്രില്ല് താക്കോലിട്ട് പൂട്ടുന്നത് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, ചെയ്യേണ്ടത് എവിടെ ചെയ്തു എന്നുള്ളത് ഈ ദൃശ്യങ്ങളാണ് 24 തെളിവായി കാണിക്കുന്നത്. കാരണം ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അങ്ങനെ ചെയ്തിട്ടില്ല. ഏറ്റവും ശ്വാസതടസ്സമായി വരുന്ന, ഗുരുതരാവസ്ഥയിൽ വരുന്ന രോഗിക്ക് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അത്രയും സമയം അവർക്ക് ഈ വരാന്തയിൽ ചെലവായി എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ CCTV ദൃശ്യങ്ങളിൽ പറയുന്നത്. അങ്ങനെ
തന്നെയാണ് ഇന്നലെ ബന്ധുക്കൾ അടക്കമുള്ളവർ ഈ ഭാര്യ ഒരു മനുഷ്യൻ മരിച്ചുപോയാലും തെരുവുനായ ആക്രമണത്തിൽ നിന്ന് ആശുപത്രി സുരക്ഷിതമായല്ലോ. അപ്പോൾ ഗ്രില്ല് അടച്ചിടക്കുന്നതിനും തെരുവുനായ കയറത്തില്ല. അപ്പോൾ തെരുവുനായ ആക്രമണത്തിന് സുരക്ഷിതമായല്ലോ. നല്ല കാര്യം മേഖല. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പന്മന സ്വദേശി വേണുവിൻ്റെ ഒരു ശബ്ദ സന്ദേശം കേട്ടതാണ്. ആശുപത്രിയിൽ നിന്ന് അവസാന നിമിഷം സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണ്. കരഞ്ഞുകൊണ്ട് ഏതാനും മരണത്തിൻ്റെ അവസാന മിനിറ്റുകളിൽ ഒരു പാവം പിടിച്ച രോഗിക്ക് നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങൾ പറയുന്ന ഒരു അധിക നാളായില്ല അതിൻ്റെ ഞെട്ടൽ പൊള്ളൽ മാറുന്നേ ഉള്ളൂ. മറ്റൊരു ദൃശ്യം കൂടി കേരളം കാണുന്നു. അതൊരു പാവ മനുഷ്യൻ, ബിസ്മീർ എന്നാണ് പേര്, സ്വിഗ്ഗി ജീവനക്കാരനാണ്. 2 കുഞ്ഞുങ്ങളുള്ള പിതാവാണ്. ചെറിയ 10-38 വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ യുവാവാണ്. ആ യുവാവാണ് അങ്ങോട്ടേക്ക് വന്ന് ശ്വാസാടസ്ഥയെ തുടർന്ന് അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിൽ വരികയും യാതൊരുവിധമായ പ്രാഥമിക ചികിത്സയില്ലാതെ പ്രാഥമിക ചികിത്സ നൽകാതെ 10 മിനിറ്റോളം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതുകൊണ്ട് മരണത്തിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ ജീവൻ രക്ഷിച്ചെടുക്കാമായിരുന്ന 10 മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ നിസ്സഹായമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും അതിനുശേഷം ആരോഗ്യനില മോശം, അതുകൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് പോയി. മെഡിക്കൽ കോളേജിൽ പോയപ്പോഴേക്ക് ആൾ മരിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വീണ്ടും വെക്കുകയാണ്, നമ്മൾ പിന്നെയും പറയണം നമ്മളാണ് നമ്പർ 1 ആരോഗ്യ കേരളം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.